ചപ്പാത്തി മേക്കർ യൂസ് ചെയ്തിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ ഷീറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൽ 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 250 ഗ്രാം മൈദ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം മാവ് ഒരുവിധം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ഞാനൊരു കൗണ്ടർ ടോപ്പിൻ്റെ മീതേക്ക് ഇട്ടിട്ട് 2-3 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്താക്കിയിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്താക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് അടച്ച് വെക്കുന്നത്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊരു വലിയ നാരങ്ങയുടെയൊക്കെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണ്ട. ഒരുപാട് വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ നമ്മളിത് ചപ്പാത്തി മേക്കറിൽ തയ്യാറാക്കുമ്പോൾ കട്ടിയായിട്ട് വരും. ഒട്ടും കട്ടിയില്ലാതെ നൈസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ബോളായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ മാവെല്ലാം ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന ചപ്പാത്തി മേക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. ചപ്പാത്തി മേക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാൻ. അതിന് ശേഷം ഇതുപോലെ അപ്പം തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ മറിച്ചിടുകയൊന്നും വേണ്ട. സിമ്പിളാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാവ് എടുക്കുമ്പോൾ കുറച്ച് അളവിൽ മാവ് എടുക്കാനായിട്ട് പാടുള്ളൂ. കൂടുതൽ അളവിൽ മാവ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സമൂസ ഷീറ്റ് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല സമൂസക്ക്. കണ്ട ഇതുപോലെ നല്ല കട്ടി കുറച്ചിട്ട് നൈസാക്കിയിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ മാവ് കുറച്ച് വെച്ചാൽ ഇതുപോലെ നൈസായിട്ട് കിട്ടുള്ളൂ. അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അടിയിൽ നമ്മുടെ വിരലൊക്കെ കാണാനായിട്ട് പറ്റണം. ഇനി നമുക്കിതെങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ 2 അറ്റവും എടുത്തിട്ട് നടുക്കോട്ടാക്കി ചേർത്ത് വെച്ചാൽ ഇതുപോലെ കോൺ ഷേപ്പാക്കി കിട്ടും. നമ്മളൊരു മൈദയുടെ ഒരു കൂട്ട് വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ കറക്റ്റ് അത് ഒട്ടിയിരിക്കുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് സമൂസ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡ് മുറിച്ചിട്ട് നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ, നീളത്തിലുള്ള ഷീറ്റ്, അതുപോലെ വേണമെങ്കിലും തയ്യാറാക്കാം. എനിക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പം തോന്നിയേക്കണം ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ സമൂസ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മൈദയുടെ അളവ് വെച്ചിട്ട് നമുക്ക് 14 സമൂസ തയ്യാറാക്കാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെയാണ് ശരിക്കും ഫോൾഡ് ചെയ്തെടുക്കണമെന്ന് ഞാൻ കാട്ടിത്തരാം. ഈ സമൂസ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ മൈദയുടെ ഒരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, മൈദയും കുറച്ച് വെള്ളവും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് മൈദയുടെ കൂട്ട് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ചേർത്ത് വെച്ചാൽ കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളും. നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ അറ്റം ഒന്ന് ശരിക്കും ഒന്ന് അമർത്തി കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ ഓപ്പൺ ആയിട്ടൊന്നും വരില്ല. ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ സമൂസയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാനായിട്ട് മറക്കരുത്. ഫില്ലിങ് വെച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് മൈദയുടെ മാവ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം അടിയിലോട്ടാകുന്ന രീതിയിൽ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഈ സമൂസ ഷീറ്റ് വളരെ നൈസായിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ വേഗത്തിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടി വരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് ഞാൻ ഈ ഒരു സമൂസ ഷീറ്റ് തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ചപ്പാത്തി മേക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് 1 മാസം വരെ ഫ്രിഡ്ജിൽ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്